ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 7 ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ. നോക്കാം. തെളിഞ്ഞ ആകാശത്തിന് കീഴിലായി പച്ച വിരിച്ചതുപോലൊരു വയൽ. നെന്മണികൾ ചെറുകാറ്റിൽ പതിയെ തലയാട്ടി നിൽക്കുന്നത് കാണാൻ തന്നെ എന്ത് രസമാ. ഇന്ന് അവധിയായതിനാൽ അച്ഛനോടും അമ്മയോടും ഒപ്പം ഞാനും ചേച്ചിയും കൂടെ കൃഷി ചെയ്യാൻ ഇറങ്ങി. നെല്ല് മാത്രമല്ല, തൊട്ടടുത്ത് പച്ചക്കറി കൃഷിയും ഉണ്ട്. വഴുതന, കത്തിരി, പയർ, പടവലം, വെണ്ട, ചീര, ചേന, ചേമ്പ് തുടങ്ങി മിക്കവാറും എല്ലാ പച്ചക്കറികളുമുണ്ട്. വിളവെടുക്കാൻ പാകത്തിൽ നിൽക്കുന്ന തോട്ടത്തിന്റെ കാഴ്ച എന്നെ അമ്പരപ്പിച്ചു. പതിവിലും അധികം വിളവുകളുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയത്. വീട്ടാവശ്യത്തിനുള്ള ഭക്ഷ്യവസ്തുക്കളിലേറെയും സ്വയം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന ശീലം പണ്ട് മുതൽക്കേ അച്ഛന് പതിവാണ്. കുറച്ചധികം പച്ചക്കറികൾ ലഭിച്ചതുകൊണ്ട് അതിൽ കുറച്ച് കീർത്തി ചേച്ചിയുടെ വീട്ടിലും പിന്നെയുള്ളത് ചന്തയിലേക്കും അമ്മ കൊണ്ടുപോയി. നീതുവിൻ്റെ ഡയറി കുറിപ്പാണ് നമ്മൾ വായിച്ചത്. അപ്പം ഇതിനകത്ത് ഉപയോഗത്തിന് വേണ്ടി ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പിന്നെ ഉൽപ്പാദനം മിച്ചം വരുന്നത് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നുണ്ട്. പിന്നെ കീർത്തി ചേച്ചി അയൽക്കാർക്കൊക്കെ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കീർത്തി ചേച്ചിയുടെ വീട്ടിൽ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ കൃഷി ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു? വേട്ടയാടി ജീവിച്ച നമ്മുടെ പൂർവികരിൽ നിന്നും ആധുനിക മനുഷ്യരിലേക്കുള്ള വികാസത്തിൽ കൃഷിക്ക് പ്രധാന പങ്കുണ്ട്. കൃഷി ചെയ്ത് ജീവിക്കാൻ ആരംഭിച്ചതോടുകൂടിയാണ് കുടുംബം, കൂട്ടായ്മ, ഗ്രാമം, പട്ടണം തുടങ്ങിയ സാമൂഹിക ജീവിതത്തിനാവശ്യമായ സംവിധാനങ്ങൾ രൂപപ്പെട്ടത്. ഉപജീവനത്തെ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയ കാർഷിക ശൈലിയിൽ നിന്നും കാലക്രമേണ മനുഷ്യർ കമ്പോളത്തെ അടിസ്ഥാനമാക്കിയുള്ള കൃഷിയിലേക്ക് മാറി. ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും അതിനുവേണ്ടി മനുഷ്യർ അവലംബിച്ച കൃഷിരീതികൾ എന്തൊക്കെയാണെന്നും നമുക്ക് പരിചയപ്പെടാം. കൃഷിയുടെ ഉത്ഭവം. അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന മനുഷ്യർ ഏതാണ്ട് 7000 BCE കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. മെസപ്പൊട്ടോമിയ, തുർക്കി, ഈജിപ്റ്റ്, പടിഞ്ഞാറൻ ഏഷ്യ, യൂറോപ്പ് തുടങ്ങിയവയിലൊക്കെ വിവിധ കാലങ്ങളിൽ മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. ഏതാണ്ട് 3000 BCE സിന്ധു നദീതട നാഗരികതയോട് ചേർന്നാണ് ഇന്ത്യയിൽ കാർഷിക സംസ്കാരം വളർന്നു വന്നത്. ഈ നദീതീരത്തെ ഇരട്ട നഗരങ്ങളായ മോഹൻജദാരോയിൽ ഹാരപ്പയിലുമാണ് ഗോതമ്പ്, ബാർലി തുടങ്ങിയ ധാന്യങ്ങൾ കൃഷി ചെയ്തിരുന്നത്. മോഹൻജദാരോ, ഹാരപ്പ. ദക്ഷിണേന്ത്യയിൽ പിന്നെയും വളരെ കാലം കഴിഞ്ഞാണ് കൃഷി ആരംഭിച്ചത്. ഇനി എന്താണ് ഉപജീവന കൃഷി? കർഷകർ തങ്ങളുടെ കുടുംബത്തിന്റെ ഉപജീവനത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന രീതിയാണ് ഇത്. ലാഭം നേടുക എന്നത് ഈ കൃഷിരീതിയുടെ പ്രാഥമിക ലക്ഷ്യമല്ല. എന്നാൽ ചില അവസരങ്ങളിൽ മിച്ചം വരുന്ന കാർഷികോൽപ്പന്നങ്ങൾ മറ്റ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിൽക്കുകയും ചെയ്യുന്നു. പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളാണ് ഈ കൃഷി രീതിയിൽ കൂടുതലായി ഉപയോഗിക്കുന്നത്. അടുത്ത സമ്മിശ്ര കൃഷി. ഒരു നിശ്ചിത കൃഷിയിടത്തിൽ ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്നതാണ് സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത്. ഇതിനൊപ്പം കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ, മീൻ വളർത്തൽ തുടങ്ങിയവയും സംയോജിപ്പിച്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കൃഷി ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? കന്നുകാലികൾക്കുള്ള തീറ്റ കൃഷിയിൽ നിന്ന് ലഭിക്കുന്നു. കൂടാതെ കൃഷിക്ക് ആവശ്യമായ വളം കന്നുകാലികളിൽ നിന്നും തിരിച്ചു ലഭിക്കുന്നു. ചെലവ് താരതമ്യേന കുറവായിരിക്കും. ഇനി അടുത്തതാണ് തോട്ടവിള കൃഷി. എന്താണ്? പരമ്പരാഗത രീതിയിൽ നെല്ലും മറ്റ് ഭക്ഷ്യവിളകളും മാത്രം കൃഷി ചെയ്തിരുന്ന കർഷകർ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി വിശാലമായ പ്രദേശത്ത് വൻതോതിൽ തോട്ടവിളകളായ തേയില, കാപ്പി, ഗ്രാമ്പൂ, ഏലം, കുരുമുളക് തുടങ്ങിയവ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. വ്യവസായ വിപ്ലവത്തിന്റെ ഈറ്റില്ലമായിരുന്ന ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്ന അളവിൽ കാർഷിക അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായിരുന്നു. അതിനായി 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടുകൂടി കോളനി രാജ്യങ്ങളിൽ അവർ തോട്ടവിളകൾ പ്രോത്സാഹിപ്പിച്ചു. ദീർഘകാല വരുമാനവും താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവും ഈ കൃഷിരീതിയുടെ പ്രത്യേകതയാണ്. ദീർഘകാലം വരുമാനമായിരിക്കും, കുറഞ്ഞ ഉൽപാദന ചെലവായിരിക്കും ഉള്ളത്. ഇനി വാണിജ്യ വിള കൃഷി എന്താണ്? കാർഷിക ഉൽപ്പന്നങ്ങൾ വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് വാണിജ്യ വിള കൃഷി എന്ന് പറയുന്നത്. വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന കാർഷിക അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നതിൽ വാണിജ്യ വിള കൃഷിയുടെ പങ്ക് വളരെ വലുതാണ്. ഉയർന്ന മൂലധന നിക്ഷേപവും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമായി വരുന്ന ഒരു കൃഷി കൂടിയാണിത്. റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം തുടങ്ങിയവ വാണിജ്യ വിള കൃഷിയാണ്. നമ്മുടെ രാജ്യത്തുള്ള വിവിധ തരം കൃഷിരീതികൾ പരിചയപ്പെട്ടല്ലോ. കൂടുതൽ സവിശേഷതകൾ
കൂട്ടിച്ചേർക്കാനെന്നാണ്. ഉപജീവന കൃഷി എന്ന് പറയുന്നത് സ്വന്തം ഉപയോഗത്തിന് ആവശ്യമായ ഉൽപ്പാദനമാണ്. ചെറിയ ഇടങ്ങളിലും കൃഷി ചെയ്യാൻ സാധിക്കും. സമ്മിശ്ര കൃഷിയോ ഒരേ വളം തന്നെ ഒന്നിലധികം കൃഷികൾക്ക് പ്രയോജനപ്പെടുത്തുന്നു. ഉൽപ്പാദന ചെലവ് കുറവായിരിക്കും. തോട്ടവിള കൃഷി എന്ന് വെച്ചാൽ താരതമ്യേന കുറഞ്ഞ ഉൽപ്പാദന ചെലവായിരിക്കും, വൻതോതിൽ ഉൽപ്പാദനം ഉണ്ടായിരിക്കും. പിന്നെ വാണിജ്യ കൃഷി ഉയർന്ന മൂലധന നിക്ഷേപം, അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നു. ഇനി കൃഷി ഭക്ഷണത്തിനും വരുമാനത്തിനും. കാർഷിക വിളകളെ ഭക്ഷ്യവിളകൾ, നാണ്യവിളകൾ എന്നിങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഭക്ഷ്യവസ്തുക്കളായി ഉപയോഗിക്കാൻ കഴിയുന്ന ഭക്ഷ്യവിളകൾ. എന്നാൽ വാണിജ്യ വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിളകളാണ് നാണ്യവിളകൾ. ഭക്ഷ്യവിളകൾ ഏതൊക്കെയാണ്? നെല്ല്, ഗോതമ്പ്, ചോളം അങ്ങനെയൊക്കെ. നാണ്യവിള കൃഷികൾ ഏതൊക്കെയാണ്? പരുത്തി, റബ്ബർ അതൊക്കെയാണ്. ഇനി വിള സംസ്ഥാനങ്ങൾ. വിള ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാനയിലൊക്കെ ഏതാണ് കൂടുതലും? ഗോതമ്പാണ്. ഗോതമ്പ് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന. പരുത്തിയോ? പരുത്തി മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, രാജസ്ഥാൻ. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, രാജസ്ഥാൻ. നെല്ലാണെങ്കിൽ പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ. നെല്ല് പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ. വൈവിധ്യമാർന്ന കാർഷിക വിളകൾ ഇന്ത്യയുടെ സവിശേഷതയാണ്. അപ്പം ഇത്തരം വ്യത്യസ്തങ്ങളായ കാർഷിക വിളകൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നതിന് അനുകൂലമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഫലഭൂഷ്ടമായ മണ്ണാണ്, പിന്നെ അനുകൂലമായ കാലാവസ്ഥ, ജലസേചന സൗകര്യം ഇവയൊക്കെയാണ്. ഇനി കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായവും. കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളാണ് കാർഷിക അധിഷ്ഠിത വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. കാർഷികോൽപ്പന്നമായ പരുത്തി തുണി വ്യവസായത്തിന്റെ അസംസ്കൃത വസ്തുവാണ്. അതിനാൽ തുണി വ്യവസായം കൃഷി അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ്. ഇതുപോലെ റബ്ബർ, കരിമ്പ് തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ വിവിധ വ്യവസായങ്ങളുടെ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിക്കുന്നുണ്ട്. പരുത്തിയാണെങ്കിൽ തുണി വ്യവസായം, കരിമ്പാണെങ്കിൽ പഞ്ചസാര വ്യവസായം, പിന്നെ റബ്ബർ ആണെങ്കിൽ ടയർ അങ്ങനെയൊക്കെയുള്ള വ്യവസായം, ടയർ വ്യവസായം. പിന്നെ ധാതു സമ്പത്തിലൂടെ. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങളെയാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കലാമിൻ, ബോക്സൈറ്റ്, സിന്നബർ എന്നിവ ലോഹധാതുക്കളാണ്. ഇതൊക്കെയാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കലാമിൻ, ബോക്സൈറ്റ്, സിന്നബർ എന്നിവ ലോഹധാതുക്കളാണ്. ഇവയിൽ പലതും ലോഹങ്ങളുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. മൈക്ക, വജ്രം, സിലിക്ക, മണൽ തുടങ്ങിയവ അലോഹധാതുക്കളും. കൽക്കരി, പെട്രോളിയം എന്നിവ ഇന്ധനധാതുക്കളാണ്. അലോഹധാതുക്കൾ ഏതൊക്കെയാണ്? മൈക്ക, വജ്രം, സിലിക്ക തുടങ്ങിയവയും. പിന്നെ കൽക്കരി, പെട്രോളിയം എന്നിവ എന്താണ്? ഇന്ധനധാതുക്കളാണ്. ധാതുക്കളെ പ്രധാന അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്നവയാണ് ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ. രാജ്യത്തെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇത് വ്യവസായ മേഖലയുടെ നട്ടെല്ലെന്നും പ്രാഥമിക വ്യവസായമെന്നും അറിയപ്പെടുന്നു. പ്രാഥമിക വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. പ്രധാനപ്പെട്ട ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ ഏതൊക്കെയാണ്? ഇരുമ്പുരുക്ക് വ്യവസായം, ചെമ്പ് വ്യവസായം, അലൂമിനിയം വ്യവസായം. ഹരിത വിപ്ലവം. സ്വാതന്ത്ര്യത്തിനു മുമ്പുള്ള ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി സമ്പ്രദായം കർഷകർക്ക് കടബാധ്യതയും ഭക്ഷ്യവിളകളോടുള്ള ബ്രിട്ടീഷുകാരുടെ അവഗണന ഭക്ഷ്യക്ഷാമവും സൃഷ്ടിച്ചു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയും കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും കാർഷിക ഉൽപാദന ക്ഷമത കുറയുന്നതിന് കാരണമായി. ബ്രിട്ടീഷ് ഭരണകാലത്തും സ്വാതന്ത്ര്യലബ്ധിയോടനുബന്ധിച്ചും ഇന്ത്യൻ കാർഷിക മേഖല അഭിമുഖീകരിച്ച ചില പ്രശ്നങ്ങളാണ് നിങ്ങൾ മുകളിൽ വായിച്ചത്. കാരണം എന്തൊക്കെയായിരുന്നു ഉണ്ടാകാനുള്ള? ബ്രിട്ടീഷുകാർ നടപ്പിലായ ഭൂനികുതി സമ്പ്രദായം, അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതി എന്നിവയൊക്കെയാണ്. ഇനി സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് നമ്മുടെ രാജ്യത്തെ കാർഷിക രംഗം വിവിധങ്ങളായ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കരണം, ഹരിത വിപ്ലവം എന്നീ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി.
ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥയിൽ വയ്ക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു. ആ പരിധിക്ക് മുകളിൽ മിച്ച ഭൂമിയായി കണക്കാക്കി ഗവൺമെന്റ് ഏറ്റെടുത്തു. ഭൂരഹിതരായ കർഷകർക്കും കുടിയാന്മാർക്കും വിതരണം ചെയ്തു. തൽഫലമായി കാർഷിക ഉൽപാദനം വർദ്ധിച്ചു. ഇന്ത്യക്ക് മാതൃകയായി ഭൂപരിഷ്കരണ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനത്തിൽ ഒന്നാണ് കേരളം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതി ഏതാണ്? ഹരിത വിപ്ലവം. ആദ്യഘട്ടം നേട്ടം കാണാനായത് എന്തിലായിരുന്നു? ഭക്ഷ്യധാന്യങ്ങളിലായിരുന്നു പ്രധാനമായും ആദ്യഘട്ടം നേട്ടം കാണാനായത്. ഗോതമ്പ് ഉൽപാദനത്തിലാണ്. അതിനാൽ ഇതിനെ ഗോതമ്പ് വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഡോക്ടർ M.S. സ്വാമിനാഥൻ. 1925 ഓഗസ്റ്റ് 7 തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് അദ്ദേഹം ജനിച്ചത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യ ഡയറക്ടറായി പ്രവർത്തിച്ചു. രാജ്യത്തെ 70% ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുമ്പോഴും രാജ്യം ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. അതിന് പരിഹാരം കാണുന്നതിനായി നോർമൻ ഈ ബോർലോഗുമായി സഹകരിച്ച് ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവം എന്ന പരീക്ഷണം നടത്തി. തൽഫലമായി ഉൽപാദനം മുൻ വിളവെടുപ്പിനേക്കാൾ 5 ദശലക്ഷം ടൺ വർദ്ധിച്ചു. ഇതിനെ തുടർന്ന് ഇന്ത്യ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്തു. ഈ നേട്ടങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ച അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ, ഭാരതരത്ന എന്നീ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. 2023 സെപ്റ്റംബർ 28 അദ്ദേഹം ചെന്നൈയിൽ അന്തരിച്ചു. 2023 സെപ്റ്റംബർ 28. ഇനി ഹരിത വിപ്ലവത്തിന്റെ ഇരുപുറങ്ങൾ നോക്കാം. നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദന വർധനവ്, ഭക്ഷ്യ സ്വയം പര്യാപ്തത, പിന്നെ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും കുറഞ്ഞു. പരിമിതികൾ എന്തൊക്കെയാണ്? ജലം അമിതമായി ഉപയോഗിച്ചത് വഴി ഭൂഗർഭ ജലത്തിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെ അമിതമായിട്ടുള്ള ഉപയോഗം മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂഷ്ഠത കുറച്ചു. ഇനി ആരാണ് നോർമൻ ഇ ബോർലോഗ്? ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് നോർമൻ ഇ ബോർലോഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് M.S. സ്വാമിനാഥൻ. ഇദ്ദേഹമാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. നോർമൻ ഇ ബോർലോഗ് 1914 മാർച്ച് 25 അമേരിക്കയിൽ ജനിച്ച ഇദ്ദേഹം പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യ പടിയെന്ന് വിശ്വസിച്ചു. 1970 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിച്ചു. ദാരിദ്ര്യം എന്താണ്? ആ ചങ്ങാതിയെ അന്വേഷിച്ചാണ് 2 കൂട്ടുകാർ അന്ന് വീട്ടിലെത്തിയത്. അവനെ വീട്ടിൽ കാണാൻ കഴിഞ്ഞില്ല. വീട്ടുകാർക്കും അറിയില്ല അവൻ എവിടെ പോയെന്ന്. അവസാനം അവർ മുറിക്കുള്ളിൽ കയറി ഒരു അന്വേഷണം തന്നെ നടത്തി. കട്ടിലിനടിയിൽ കുനിഞ്ഞിരുന്ന് ഒരു സ്ലേറ്റിൽ കണക്ക് ചെയ്യുകയായിരുന്നു ആ വിദ്വാൻ. അവർ ചോദിച്ചു, ഇത് നിനക്ക് കടലാസ് ചെയ്തുകൂടെ? ആഹാരം നൽകുവാൻ പോലും അച്ഛൻ നന്നേ പാടുപെടുകയാണ്, പിന്നെ പണം കൊടുത്ത് എങ്ങനെയാണ് കടലാസ് വാങ്ങുക? അവൻ്റെ ഉത്തരം കേട്ട് ആ കൂട്ടുകാർക്ക് വേദന തോന്നി. ചേപ്പാട് ഭാസ്കരൻ നായരുടെ ഭാരതീയ ശാസ്ത്രജ്ഞർ അവലംബം അവിടെ നിന്നുള്ളതാണ്. കണക്കിന്റെ മാതൃകൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയനായ ഗണിതശാസ്ത്രജ്ഞ ആയിട്ടുള്ള ശ്രീനിവാസ രാമാനുജന്റെ ജീവചരിത്രത്തിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത്. മിതമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത ധാരാളം മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയെ എന്തു വിളിക്കാം? മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ ആവശ്യാനുസരണം ലഭിക്കാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം. മിതമായ ആവശ്യങ്ങൾക്ക് പോലും നിറവേറ്റാൻ കഴിയാത്ത തരത്തിൽ വരുമാനമോ സ്വത്തോ പ്രാപ്യമാക്കാനുള്ള ശേഷിയില്ലാത്തവരാണ് ദരിദ്രർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ദാരിദ്ര്യരേഖ? ഒരു രാജ്യത്തെ ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന സാങ്കല്പിക രേഖയാണ് ദാരിദ്ര്യരേഖ എന്ന് പറയുന്നത്. ഒരാളുടെ വരുമാനത്തിൻ്റെയും ഭക്ഷണത്തിൽ നിന്നും ലഭിക്കേണ്ട ഊർജത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം കണക്കാക്കി വരുന്നത്. രാജ്യത്തെ ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തൊഴിലില്ലായ്മ, കടബാധ്യത, വർദ്ധിച്ച ജനസംഖ്യ, വിലക്കയറ്റം, അവസര സമത്വം എന്നിവയെല്ലാം കാരണമാവുകയും. ഇനി
ബഹുമുഖ ദാരിദ്ര്യ സൂചിക അഥവാ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്താണ്? ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ രീതിയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക അഥവാ MBI എന്ന് പറയുന്നത്. ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് OPHI, UN ഡെവലപ്മെന്റ് പ്രോഗ്രാമും UNDPയും സംയുക്തമായി തയ്യാറാക്കിയതാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ OPHIയും UNDPയും സംയുക്തമായി തയ്യാറാക്കിയതാണ്. ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നീ 3 തലങ്ങളിലാണ് 12 സൂചകങ്ങളെ വിലയിരുത്തിയാണ് ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്. ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് ദാരിദ്ര്യം അളക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡം വരുമാനം മാത്രമല്ല എന്നുള്ളത് മനസ്സിലായല്ലോ. എന്നാൽ ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന ജീവിത നിലവാരം എന്നിവ ഓരോ വ്യക്തിക്കും കുടുംബത്തിനും എത്രത്തോളം ആർജിക്കാൻ കഴിയുന്നു എന്നതുകൂടി പരിഗണിച്ച് കൊണ്ടാണ് ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം. ആരോഗ്യം എന്ന് പറയുന്നത് പോഷകാഹാരം, കുട്ടികളുടെയും കൗമാരക്കാരുടെയും മരണനിരക്ക്, മാതൃആരോഗ്യം, ഇവയാണ് ആരോഗ്യത്തിൽപ്പെടുന്നത്. ഇനി വിദ്യാഭ്യാസത്തിലാണെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസം, സ്കൂൾ ഹാജർ. ജീവിത നിലവാരമോ പാചക ഇന്ധനം, ശുചിത്വം, കുടിവെള്ളം, വൈദ്യുതി, ഭവനം, ആസ്തികൾ, ബാങ്ക് അക്കൗണ്ടുകൾ. നീതി ആയോഗ് അംഗീകരിച്ച ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെ 2015, 16, 2019, 21 വർഷങ്ങളിലെ ദാരിദ്ര്യ നിലയാണ് ഗ്രാഫിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ കൊടുത്തേക്കുന്നത് ഇതിൽ നമ്മുടെ കേരളത്തിൻ്റെ 2019-20 ആ കാലഘട്ടത്തിൽ 0.55 ആണ്. 0.55%. NFHSന്റെ 2015-16 അത് 0.70. ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുന്നതിന് നിരവധി ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നടപ്പിലാക്കി വരുന്നത്. ഈ പദ്ധതികളെ 3 വിഭാഗങ്ങളായി തരംതിരിക്കാം. പദ്ധതി വിഭാഗം, പദ്ധതിയുടെ പേര്, പദ്ധതി ലക്ഷ്യങ്ങൾ. നോക്കാം. സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതികൾ ഏതൊക്കെയാണ്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി റോസ്ഗാർ യോജന, ജീവനം പദ്ധതി, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. അപ്പോൾ ഓരോന്ന് നോക്കാം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. എന്താണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ? താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിൽ അവസരങ്ങളും വരുമാനവും ലഭിക്കുന്നു എന്നതാണ്. ഇനി ജീവനം പദ്ധതി എന്താണ്? സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന, കുറ്റകൃത്യങ്ങൾക്കിരയായ മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയാണ് ഈ ജീവനം പദ്ധതി എന്ന് പറയുന്നത്. അടുത്ത അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്താണ്? നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്നു. ഇനി ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ എന്തൊക്കെയാണ്? പൊതുവിതരണ സംവിധാനം, പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ, പിന്നെ സുഭിക്ഷ കേരള പദ്ധതി. നോക്കാം. പൊതുവിതരണ സംവിധാനം എന്താണ്? ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നാണ് അതിൻ്റെ ലക്ഷ്യം. ഇനി PM പോഷണോ 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിയാണ് PM പോഷൻ എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ. ഇനി അടുത്ത സുഭിക്ഷ കേരള പദ്ധതി എന്താണ്? കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് സുഭിക്ഷ കേരള പദ്ധതി. ഇനി സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾപ്പെടുന്ന എന്തൊക്കെയാണ്? ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. എന്താണ് ലക്ഷ്യം? നിരാലംബരായ മുതിർന്ന പൗരർക്ക് പെൻഷനും ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്നു. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയോ സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണിത്. ഇവ കൂടാതെ കേരളം മറ്റ് ചില പദ്ധതികൾ കൂടി ഫലപ്രദമായി നടപ്പിലാക്കുന്നുണ്ട്. അവയിൽ ചിലതാണ് സ്നേഹസാന്ത്വനം, വയോമിത്രം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, കാരുണ്യ ആരോഗ്യ സുരക്ഷ, താലോലം, ആശ്വാസകിരണം, സ്നേഹപൂർവം, ക്യാൻസർ സുരക്ഷ, ലൈഫ് മിഷൻ തുടങ്ങിയവ ചില ഉദാഹരണങ്ങളാണ്. കുടുംബശ്രീയും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും. ദാരിദ്ര്യ ലഘൂകരണം
സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ. സാമൂഹ്യ ജീവിതത്തിന്റെ ഭൂരിഭാഗ മേഖലകളിലും ഈ പ്രസ്ഥാനം വ്യാപിച്ചു വരുന്നു. ഷീ സ്റ്റാർട്ട്സ്, ജനകീയ ഹോട്ടലുകൾ, കൊച്ചി മെട്രോ സർവീസ്, കേരളത്തിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് എന്നിവയിലും കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലെടുക്കുന്നു. രാജ്യത്തെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും കുടുംബശ്രീ മാതൃക ഏറ്റെടുത്തിട്ടുണ്ട്. കുടുംബശ്രീയുടെ അനുഭവങ്ങളും നേട്ടങ്ങളും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനും സാമൂഹ്യ മൂലധന സമാഹരണത്തിനും സഹായകമാണ്. ഇനി ഭക്ഷ്യസുരക്ഷ. ഒരു സമൂഹത്തിലെ എല്ലാവർക്കും എല്ലായ്പ്പോഴും അവരവർക്ക് ആവശ്യമായ അളവിൽ സുരക്ഷിതവും പോഷകസമ്പുഷ്ടവുമായ ആഹാരം ലഭ്യമാക്കുകയും അവ നേടാൻ ആവശ്യമായ സാഹചര്യം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഭക്ഷ്യസുരക്ഷ കൊണ്ട് അർത്ഥമാക്കുക. ഇത് ഉറപ്പാക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? വ്യവസായവൽക്കരണം, പിന്നെ കാലാവസ്ഥാ വ്യതിയാനം, വരുമാനക്കുറവ്, വിലവർധന, ലഭ്യത കുറവ്, വിതരണത്തിന്റെ അസന്തുലനാവസ്ഥ തുടങ്ങിയവയാണ്. ഇനി വിശപ്പ് രഹിത കേരളം. പട്ടിണി ഇല്ലാതാക്കി കേരളത്തെ ഒരു വിശപ്പ് രഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ വിശപ്പ് രഹിത കേരളം പദ്ധതി പ്രധാനമായും അതായിരുന്നു അതിൻ്റെ ലക്ഷ്യം, പട്ടിണി ഇല്ലാതാക്കുക. 2017-18 മുതൽ കുടുംബശ്രീയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെയാണ് പദ്ധതി നടന്നു വരുന്നത്. ഇത്തരം നൂതന പദ്ധതികളിലൂടെ എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണം ഉറപ്പുവരുത്തുക വഴി ഭക്ഷ്യസുരക്ഷ കൈവരിക്കുക എന്നതാണ് ലക്ഷ്യം. ആരോഗ്യപൂർണമായ ജീവിതം നിലനിർത്തുവാൻ പോഷകസമൃദ്ധമായ ആഹാരം മതിയായ അളവിൽ ആവശ്യമാണ്. ഭക്ഷ്യസുരക്ഷയില്ലായ്മ പൊതുവെ സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയാണ് ബാധിക്കുന്നത്. എന്നാൽ ഭൂകമ്പം, വരൾച്ച, വെള്ളപ്പൊക്കം, സുനാമി, മഹാമാരികൾ തുടങ്ങിയവ നേരിടുമ്പോൾ രാജ്യത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെയും ഭക്ഷ്യസുരക്ഷയില്ലായ്മ ബാധിക്കും. പൊതുവിതരണ സംവിധാനത്തിന്റെ ഫലപ്രദമായ ഇടപെടൽ മൂലം ഭക്ഷ്യക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കാവുന്നതാണ്. ഇത്രയായിരുന്നു ചാപ്റ്റർ. ഇതിൽ കുറേ പദ്ധതികളുണ്ട്, അതെല്ലാം പഠിക്കണേ. ഇത് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇത്രയായിരുന്നു ചാപ്റ്റർ. താങ്ക് യു.